ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 21/6/2025 നടന്ന ലാബ് അസിസ്റ്റൻ്റ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറോ അതിൻ്റെ അനുബന്ധ വിവരം നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനകത്തെ അനുബന്ധ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇനി വരുന്ന പരീക്ഷകൾക്ക് ഒരു സഹായമായിരിക്കും തോന്നുന്നു. എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി, പണം അച്ചടിച്ചിറക്കുന്നു. പണം അച്ചടിച്ചിറക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ അതിൻ്റെ അനുബന്ധ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വാണിജ്യ ബാങ്കുകൾ എത്ര തരത്തിലാണുള്ളത്? 3 തരത്തിലാണ് വാണിജ്യ ബാങ്കുകൾ ഉള്ളത്. ഏതൊക്കെയാണ്? പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ, ഫോറിൻ ബാങ്ക്. പബ്ലിക് സെക്ടർ ബാങ്ക്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, ഫോറിൻ ബാങ്ക്. അങ്ങനെ 3 തരത്തിലാണ് വാണിജ്യ ബാങ്കുകൾ ഉള്ളത്. അപ്പോൾ പബ്ലിക് സെക്ടർ ബാങ്കിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? SBIയും പഞ്ചാബ് നാഷണൽ ബാങ്ക് തുടങ്ങിയവയൊക്കെയാണ്. പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? HDFC, ICICI തുടങ്ങിയ ബാങ്കുകൾ. ഫോറിൻ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫോറിൻ ബാങ്കുകളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇന്ത്യയുടെ ഔട്ട്സൈഡിലായിരിക്കും. പക്ഷെ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് എവിടെയായിരിക്കും? ഇന്ത്യയിലായിരിക്കും. ഔട്ട്സൈഡിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ള ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് ഫോറിൻ ബാങ്കുകൾ. ഇനി ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ പ്രധാന പ്രവർത്തനം എന്താണ്? ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ പ്രധാന പ്രവർത്തനം ഡിപ്പോസിറ്റ് സ്വീകരിക്കുക, കടം കൊടുക്കുക. നേരത്തെ ഒരു സിവിൽ സർവീസ് എക്സാമിനേഷന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ പ്രധാന പ്രവർത്തനം ഡിപ്പോസിറ്റ് സ്വീകരിക്കുക, കടം കൊടുക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിൻ്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി. ആൻസർ ഓപ്ഷൻ ബി, ജയതിലക്. ജയതിലക്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൂടെ നോക്കാം. ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ആരാണ്? നിധിൻ മധുകർ ജാംദാർ ആണ്. ഇങ്ങോട്ട് എഴുതാം. ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള നിധിൻ മധുകർ ജാംദാർ. എത്രാമത്തെയാണ്? 39ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്. 39ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് നിധിൻ മധുകർ ജാംദാർ. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ ഓഫ് കേരള. കേരളത്തിൻ്റെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? ഹരി നായർ ആണ് കേരളത്തിൻ്റെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ആരാണ്? അലക്സാണ്ടർ തോമസ് ആണ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. അലക്സാണ്ടർ തോമസ്. കേരള ലോകായുക്ത ജസ്റ്റിസ് N. അനിൽകുമാർ. എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള നിധിൻ മധുകർ ജാംദാർ, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഹരി നായർ, കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ്, കേരള ലോകായുക്ത ജസ്റ്റിസ് N. അനിൽകുമാർ. ഇതും കൂടെ നോക്കി വെച്ചേക്കുക. 3. പഹൽഗാമിലെ ഭീകര ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി, ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളതാണ് ആൻസർ. പിന്നെ നമുക്കിതിൻ്റെ അനുബന്ധ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓപ്പറേഷൻ വിജയ്
എന്താണ് ഓപ്പറേഷൻ വിജയ്? പോർച്ചുഗീസ് കൊളോണിയൽ ഭരണത്തിൽ നിന്നും ഗോവ, ദാമൻ, ദിയ എന്നിവയെ മോചിപ്പിക്കാൻ ഇന്ത്യ നടത്തിയ സുപ്രധാന സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ്. എന്നാണ് നടന്നത്? 1961 നടന്നത്. പിന്നീട് കാർഗിൽ യുദ്ധം, അതിനും പറയുന്നത് ഓപ്പറേഷൻ വിജയ് എന്നാണ്. അപ്പോൾ ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ 2 ഉണ്ട്. ഒന്ന് ഏതാണ്? ഗോവയെ മോചിപ്പിക്കാനായിട്ട് ഇന്ത്യ നടത്തിയ സൈനിക നടപടിക്കും പറയുന്ന പേര് ഓപ്പറേഷൻ വിജയ് എന്നാണ്. കാർഗിൽ യുദ്ധത്തിൻ്റെ വിജയത്തിനും പറയുന്നത് ഓപ്പറേഷൻ വിജയ് എന്നാണ്. കാർഗിൽ യുദ്ധം നടന്നത് എന്നാണ്? 1999 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് കാർഗിൽ യുദ്ധം നടന്നത്. ഇനി അടുത്തത് ഓപ്പറേഷൻ ബ്രഹ്മ. അതെന്താണ് ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറയുന്നത്? മാർച്ച് 30, 2025 മാർച്ച് 30 മ്യാൻമാറിൽ ഒരു ഭൂകമ്പം നടന്നു. അപ്പോൾ അതിനെ മ്യാൻമാറിനെ സഹായിക്കാനായിട്ട് ഇന്ത്യ ആരംഭിച്ച സഹായ ദൗത്യമാണ് എന്ത്? ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഓപ്പറേഷൻ മേഘദൂത്. ഇപ്പം എന്താണ് ഓപ്പറേഷൻ മേഘദൂത് എന്ന് പറയുന്നത്? സിയാച്ചിൻ ഗ്ലേഷ്യർ നിയന്ത്രണത്തിലാക്കാനായി 1984 ഏപ്രിൽ 13 ഇന്ത്യ നടത്തിയ സൈനിക നീക്കത്തിന് പറയുന്ന പേരാണ് ഓപ്പറേഷൻ മേഘദൂത്. അപ്പോൾ ഓപ്പറേഷൻ മേഘദൂത് എന്ന് പറഞ്ഞാൽ എന്താണ്? സിയാച്ചിൻ ഗ്ലേഷ്യർ നിയന്ത്രണത്തിലാക്കാനായി 1984 ഏപ്രിൽ 13 ഇന്ത്യ നടത്തിയ സൈനിക നീക്കം, അതാണ് ഓപ്പറേഷൻ മേഘദൂത്. അപ്പോൾ ഇതും കൂടെ നോക്കി വെച്ചേക്കാം. 4. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ആൻസർ ഓപ്ഷൻ എ 1, 2 മാത്രം. ഏതൊക്കെയാണ്? 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത്. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തത് ജനസംഖ്യയ്ക്ക് ആനുപാതികമായി പരോക്ഷ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലൂടെ ആയിരുന്നു. അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി നമുക്കിതിൻ്റെ അനുബന്ധ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചതെന്നാണ്? 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. ആദ്യമായി ഭരണഘടനാ നിർമ്മാണ സഭയെ അഭിസംബോധന ചെയ്തത് ആചാര്യ JB കൃപലാനി. ആചാര്യ JB കൃപലാനിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത്. അതിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ്. വൈസ് പ്രസിഡന്റ് HC മുഖർജിയും VT കൃഷ്ണമാചാരിയും. HC മുഖർജിയും VT കൃഷ്ണമാചാരിയുമാണ് വൈസ് പ്രസിഡന്റുമാർ. സെക്രട്ടറി HVR അയ്യങ്കാറാണ്. HVR അയ്യങ്കാർ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ 1946 ഡിസംബർ 11 സ്ഥിരം പ്രസിഡന്റായി നിയമിച്ചു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ 1946 ഡിസംബർ 11 സ്ഥിര പ്രസിഡന്റായിട്ട് നിയമിച്ചു. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകൻ BN റാവു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകൻ ആരാണ്? BN റാവു. ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയതും ആരാണ്? BN റാവു ആണ്. 389 അംഗങ്ങളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ത്യ വിഭജിച്ചപ്പോൾ അത് എണ്ണം കുറഞ്ഞു 299 ആദ്യം എത്ര അംഗങ്ങളുണ്ടായിരുന്നു? 389 പേരുണ്ടായിരുന്നു.
ഇന്ത്യ വിഭജിച്ചു. ഇന്ത്യയും പാകിസ്ഥാനുമായപ്പോൾ എത്ര അംഗങ്ങളായി? 299 അംഗങ്ങളായി. 17 വനിതാ അംഗങ്ങളാണ് 17 വനിതാ അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 17 വനിതകൾ ഉണ്ടായിരുന്നു. അതിൽ 3 പേർ മലയാളി വനിതകളായിരുന്നു. 3 മലയാളികൾ ആരൊക്കെയാണ്? ആനി മസ്ക്രീൻ. 3 മലയാളികൾ ഭരണഘടന നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന 3 മലയാളികൾ ആരൊക്കെയാണ്? ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. അപ്പം ഭരണഘടന നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന 3 വനിതകൾ ആരൊക്കെയാണ്? മലയാളി വനിതകൾ ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിൽ കൊച്ചിയെ പ്രതിനിധീകരിച്ച് ഉണ്ടായിരുന്നത് ആരായിരുന്നു? പനമ്പള്ളി ഗോവിന്ദമേനോൻ. പനമ്പള്ളി ഗോവിന്ദമേനോനാണ് കൊച്ചിയെ പ്രതിനിധീകരിച്ച് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. ഇത്രയും കാര്യങ്ങളും കൂടെ പഠിച്ചു വച്ചേക്കുക. 5. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്. എന്താണ്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. 1. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും ഭരണം നടത്തുവാനും ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം. അതിൻ്റെ ആൻസർ വരുന്നത് വകുപ്പ് 30 ആണ്. മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യം, അത് വരുന്നത് വകുപ്പ് 26 ആണ്. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ, അത് വകുപ്പ് 18. അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം, അത് വരുന്നത് വകുപ്പ് 22 അപ്പോൾ ഇതിൻ്റെ അനുബന്ധ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ മൗലിക അവകാശങ്ങൾ എത്ര എണ്ണമാണുള്ളത്? 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. 6 മൗലിക അവകാശങ്ങളാണ് നമുക്കുള്ളത്. 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. നേരത്തെ 7 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ റൈറ്റ് ടു പ്രോപ്പർട്ടി അത് എന്താക്കി മാറ്റി? ലീഗൽ റൈറ്റാക്കി മാറ്റിയത് കൊണ്ടാണ് ഇപ്പോൾ 6 മൗലിക അവകാശങ്ങളായിരുന്നത്. നേരത്തെ 7 എണ്ണമായിരുന്നു ഉള്ളത്. അപ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി ഇപ്പം ഏത് ആർട്ടിക്കിളിലാണ് വരുന്നത്? ആർട്ടിക്കിൾ 300A ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1978 44ാമത്തെ ഭരണഘടനാ ഭേദഗതി വഴിയാണ് സ്വത്തവകാശം അഥവാ റൈറ്റ് ടു പ്രോപ്പർട്ടി ലീഗൽ റൈറ്റാക്കി മാറ്റിയത്. ഇത് ഓർത്തു വച്ചേക്കുക. നമുക്ക് എത്ര മൗലികാവകാശങ്ങളാണുള്ളത്? 6 മൗലികാവകാശങ്ങളാണുള്ളത്. മൗലിക അവകാശങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായി പട്ടേലാണ്. മൗലിക അവകാശങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായി പട്ടേലാണ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട, ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെ അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട, ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏതാണ്? മൗലിക അവകാശങ്ങൾ. അപ്പം 6 മൗലിക അവകാശങ്ങളുണ്ട്. അപ്പം ഏതൊക്കെയാണ് 6 മൗലിക അവകാശങ്ങൾ? സമത്വത്തിനുള്ള അവകാശം 14 മുതൽ ആർട്ടിക്കിൾ 14 മുതൽ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ സമത്വത്തിനുള്ള അവകാശം. പിന്നീട്
19 മുതൽ 22 വരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. പിന്നീട് 23 മുതൽ 24 വരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? ചൂഷണത്തിനെതിരായുള്ള അവകാശം. 25 മുതൽ ആർട്ടിക്കിൾ 25 മുതൽ ആർട്ടിക്കിൾ 28 വരെ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 5 29 മുതൽ 30 വരെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 6 32 ആർട്ടിക്കിൾ 32 ആർട്ടിക്കിൾ നിന്നും കൂടെ വായിച്ചേക്കണം. ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. ഇങ്ങനെ 6 മൗലിക അവകാശങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ സമത്വത്തിനുള്ള അവകാശം, 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 23 മുതൽ 24 വരെ ചൂഷണത്തിനെതിരായ അവകാശം, 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 29 മുതൽ 30 വരെ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം, 32 ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. ഇനി നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ആർട്ടിക്കിൾ 14 ആർട്ടിക്കിൾ 14 എന്താണ് പറയുന്നത്? ഏതൊരു വ്യക്തിക്കും നിയമത്തിന് മുമ്പിൽ തുല്യതയും ഇന്ത്യയുടെ പ്രദേശത്തിനകത്ത് തുല്യ നിയമ പരിരക്ഷയും ഉറപ്പു നൽകുന്നു. അപ്പോൾ എന്താണ് ആർട്ടിക്കിൾ 14 പറയുന്നത്? ഏതൊരു വ്യക്തിക്കും നിയമത്തിനു മുന്നിൽ തുല്യതയും ഇന്ത്യയുടെ പ്രദേശത്തിനകത്ത് തുല്യ നിയമ പരിരക്ഷയും ഉറപ്പു നൽകുന്നു. ഇതാണ് ആർട്ടിക്കിൾ 14. ഇനി ആർട്ടിക്കിൾ 15 എന്താണ് പറയുന്നത്? മതം, വംശം, ജാതി, ലിംഗം അല്ലെങ്കിൽ ജനന സ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല. എന്താണ് ആർട്ടിക്കിൾ 15 പറയുന്നത്? മതം, വംശം, ജാതി, ലിംഗം അല്ലെങ്കിൽ ജനന സ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല. ആർട്ടിക്കിൾ 16 എന്താണ് പറയുന്നത്? പൊതു തൊഴിലുകളിൽ എല്ലാ പൗരന്മാർക്കും തുല്യ അവസരം ലഭിക്കണം. പൊതു തൊഴിലുകളിൽ എല്ലാ പൗരന്മാർക്കും തുല്യ അവസരം ലഭിക്കണം. ഇതാണ് ആർട്ടിക്കിൾ 16 പറയുന്നത്. ആർട്ടിക്കിൾ 17 എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 17 തൊട്ടുകൂടായ്മയുടെ പേരിൽ ഒരു തരത്തിലുള്ള വിവേചനവും അനുവദിക്കില്ല. തൊട്ടുകൂടായ്മയുടെ പേരിൽ ഒരു തരത്തിലുള്ള വിവേചനവും അനുവദിക്കില്ല എന്നാണ് ആർട്ടിക്കിൾ 17 പറയുന്നത്. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ പാസാക്കപ്പെട്ട ഭരണഘടനാ വകുപ്പ്. അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ എന്തായിരിക്കും ആൻസർ വരുന്നത്? ആർട്ടിക്കിൾ 17. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ പാസാക്കപ്പെട്ട ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 17. ഇനി വരുന്നത് ആർട്ടിക്കിൾ 18 ആണ്. ആർട്ടിക്കിൾ 18 എന്താണ് പറയുന്നത്? സ്ഥാനപ്പേരുകൾ ഒഴിവാക്കൽ. ആർട്ടിക്കിൾ 18 എന്താണ് പറയുന്നത്? സ്ഥാനപ്പേരുകൾ ഒഴിവാക്കൽ. ഇതിൽ സൈനിക വിദ്യാഭ്യാസപരമായ തലക്കെട്ടുകൾ ഒഴികെ മറ്റെല്ലാ തലക്കെട്ടുകളും ഉൾപ്പെടുന്നു. അപ്പോൾ സൈനിക വിദ്യാഭ്യാസപരമായ തലക്കെട്ടുകൾ ഒഴികെ മറ്റെല്ലാം ഉൾപ്പെടുന്നു. സ്ഥാനപ്പേരുകൾ ഒഴിവാക്കലാണ് അനുച്ഛേദം 18 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 18 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ സമത്വത്തിനുള്ള അവകാശമാണ്. ഇനി വരുന്നത് 19 മുതൽ 22 വരെ 19 മുതൽ 22 വരെ വരുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. അപ്പോൾ 19 മുതൽ 22 വരെ എന്താണ് വരുന്നത്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അപ്പോൾ ആർട്ടിക്കിൾ 19 1 നോക്കാം.
ആർട്ടിക്കിൾ 19(1). ആർട്ടിക്കിൾ 19(1) എന്താണ് പറയുന്നത്? സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട 6 അവകാശങ്ങളുടെ സംരക്ഷണമാണ് ആർട്ടിക്കിൾ 19(1) പറയുന്നത്. ഏതൊക്കെയാണ് സ്വാതന്ത്ര്യം? അഭിപ്രായ സ്വാതന്ത്ര്യം, സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, മാന്യമായ ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. അങ്ങനെ 6 സ്വാതന്ത്ര്യങ്ങളാണ് എന്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആർട്ടിക്കിൾ 19(1) ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് ആദ്യം 7 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. സ്വത്ത് സ്വന്തമാക്കാനും കൈവശം വയ്ക്കുവാനുമുള്ള സ്വാതന്ത്ര്യം, അതും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് സ്വത്തവകാശം 300(a) ആർട്ടിക്കിൾ 300(a) ആയി. അതുകൊണ്ട് ഇതിൽ ഉൾപ്പെടുന്നില്ല, മൗലിക അവകാശങ്ങളിൽ വരുന്നില്ല. ഇനി ആർട്ടിക്കിൾ 20. ആർട്ടിക്കിൾ 20 അപ്പോൾ ആർട്ടിക്കിൾ 20 3 തരത്തിലുള്ള സംരക്ഷണം ഉറപ്പു നൽകുന്നു. അപ്പോൾ ആർട്ടിക്കിൾ 20 എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 3 തരത്തിലുള്ള സംരക്ഷണമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഏതൊക്കെയാണ്? മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമം പാസാക്കാൻ പാടില്ല, ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല, ഒരു വ്യക്തിയെ അയാൾക്കെതിരായി തെളിവ് നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല. അങ്ങനെ 3 തരത്തിലുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ 20 ഉറപ്പു നൽകുന്നത്. ഏതൊക്കെയാണ്? മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമം പാസാക്കാൻ പാടില്ല, ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല, ഒരു വ്യക്തിയെ അയാൾക്കെതിരായി തെളിവ് നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല. ഇനി വരുന്നത് ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21 എന്താണ് പറയുന്നത്? ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം. ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണമാണ് ആർട്ടിക്കിൾ 21. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ഭരണഘടനാ വകുപ്പ്. അപ്പോൾ മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 21. ഇനി വരുന്നത് ആർട്ടിക്കിൾ 21(a) ആണ്. ആർട്ടിക്കിൾ 21(a) എന്താണ്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 21(a) എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം. അതാണ് ആർട്ടിക്കിൾ 21(a). ഇപ്പം 21(a) 86-ാമത്തെ ഭരണഘടനാ ഭേദഗതി വഴിയാണ് നിലവിൽ വന്നത്. 86-ാമത്തെ ഭരണഘടനാ ഭേദഗതി, 93-ാമത്തെ ബില്ല്. 86-ാമത്തെ ഭരണഘടനാ ഭേദഗതി വഴിയാണ് മൗലിക അവകാശമായത്. എന്നാണ് നിലവിൽ വന്നത്? 2002 കേട്ടോ. ഇനി വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് 2010 ഏപ്രിൽ 1-നാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് എന്നാണ്? 2010 ഏപ്രിൽ 1-ന്. ഇനി വരുന്നത് ആർട്ടിക്കിൾ 22 ആണ്. ആർട്ടിക്കിൾ 22 കരുതൽ തടങ്കലാണ് ആർട്ടിക്കിൾ 22. കരുതൽ തടങ്കലാണ് ആർട്ടിക്കിൾ 22. അപ്പോൾ 14 മുതൽ 18 വരെ എന്തായിരുന്നു? സമത്വത്തിനുള്ള അവകാശമാണ്. 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ആർട്ടിക്കിൾ 23 മുതൽ 24 വരെ എന്താണ്? ചൂഷണത്തിനെതിരായ അവകാശങ്ങളാണ്
ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 23 മുതൽ 24 വരെ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ചൂഷണത്തിനുള്ള അവകാശം. അപ്പോൾ 23 എന്താണ് പറഞ്ഞേക്കുന്നത്? ആർട്ടിക്കിൾ 23 മനുഷ്യക്കടത്ത്, നിർബന്ധിത തൊഴിൽ, അതുപോലെ മറ്റു തരത്തിലുള്ള ചൂഷണങ്ങൾ നിരോധിക്കുന്നു. അപ്പോൾ എന്താണ് ആർട്ടിക്കിൾ 23 പറയുന്നത്? മനുഷ്യക്കടത്ത്, നിർബന്ധിത തൊഴിൽ, അതുപോലെയുള്ള മറ്റു തരത്തിലുള്ള ചൂഷണങ്ങൾ തുടങ്ങിയവ നിരോധിക്കുന്നതാണ് ആർട്ടിക്കിൾ 23. ഇനി ആർട്ടിക്കിൾ 24 എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 24 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഫാക്ടറികളിലും ഖനികളിലും മറ്റ് അപകടകരമായ തൊഴിലുകളിലോ ജോലിക്ക് നിയമിക്കുന്നത്. അപ്പം എന്താണ് ആർട്ടിക്കിൾ 24 പറയുന്നത്? 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഫാക്ടറികളിലും ഖനികളിലും മറ്റ് അപകടകരമായ തൊഴിലുകളിലോ ജോലിക്ക് നിയമിക്കുന്നത് തടയുന്നത്. അപ്പം അതാണ് ആർട്ടിക്കിൾ 24. ഇനി വരുന്നത് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ്. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ എന്താണ് പറയുന്നത്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. അപ്പോൾ ആർട്ടിക്കിൾ 25 എന്താണ്? ആർട്ടിക്കിൾ 25 എന്താ പറയുന്നത്? ഒരു മതത്തിൽ വിശ്വസിക്കുവാനും ആചരിക്കുവാനും പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം. അപ്പം എന്താണ് ആർട്ടിക്കിൾ 25? ഒരു മതത്തിൽ വിശ്വസിക്കുവാനും ആചരിക്കുവാനും പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമാണ് പറയുന്നത്. ആർട്ടിക്കിൾ 26 എന്താണ് പറയുന്നത്? മതകാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. മതകാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ 26 പറയുന്നത്. ആർട്ടിക്കിൾ 27 എന്താണ് പറയുന്നത്? ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ പ്രചരണത്തിനായി നികുതി അടയ്ക്കാനുള്ള സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 27 എന്താണ് പറയുന്നത്? ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ പ്രചരണത്തിനായി നികുതി അടയ്ക്കാനുള്ള സ്വാതന്ത്ര്യം. അതാണ് ആർട്ടിക്കിൾ 27 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 28 എന്താണ് പറയുന്നത്? ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ പ്രബോധനത്തിലോ മതപരമായ ആരാധനയിലോ പങ്കെടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ എന്താണ് ആർട്ടിക്കിൾ 28 പറയുന്നത്? ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ പ്രബോധനത്തിലോ മതപരമായ ആരാധനയിലോ പങ്കെടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. അതാണ് ആർട്ടിക്കിൾ 28 പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളാണ്. ഇനി വരുന്നത് ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ. ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ. ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ എന്താ പറയുന്നത്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ 29 മുതൽ 30 വരെ എന്താണ് പറയുന്നത്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 29 നോക്കാം. ആർട്ടിക്കിൾ 29 ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള അവകാശം. ആർട്ടിക്കിൾ 29 പറയുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 30 എന്താ പറയുന്നത്? മതപരവും ഭാഷാപരവുമായ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും നിയന്ത്രിക്കുവാനുമുള്ള അവകാശം. ആർട്ടിക്കിൾ 30 എന്താ പറയുന്നത്? മതപരവും ഭാഷാപരമായ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും നിയന്ത്രിക്കുവാനുമുള്ള അവകാശം. ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ എന്താ പറയുന്നത്? സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം. 29 പറയുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 30 പറയുന്നത് മതപരവും ഭാഷാപരവുമായ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും നിയന്ത്രിക്കുവാനുമുള്ള അവകാശമാണ്. ഇനി വരുന്നത് ആർട്ടിക്കിൾ 32.
ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 എന്താണ് പറയുന്നത്? ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. ആർട്ടിക്കിൾ 32 പറയുന്നത് എന്താണ്? ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. ആർട്ടിക്കിൾ 32 ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കുന്നു. ആർട്ടിക്കിൾ 32 എന്താണ് പറയുന്നത്? ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ആർട്ടിക്കിൾ 32 കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹേബിയസ് കോർപ്പസ്, മാണ്ടമാസ്, പ്രൊഹിബിഷൻ, സെർട്ടിയോററി, ക്വോ വാറണ്ടോ എന്നീ റിറ്റുകളുടെ രൂപത്തിലുള്ള മൗലിക അവകാശ ലംഘനത്തിന് സുപ്രീം കോടതിയിൽ നിന്നും പരിഹാരം തേടാനുള്ള അവകാശം വ്യക്തികൾക്ക് നൽകുന്നു. അതാണ് ആർട്ടിക്കിൾ 32 പറയുന്നത്. അപ്പോൾ ഇത് ഹേബിയസ് കോർപ്പസും മാൻഡാമസ് റിറ്റുകളെല്ലാം നമ്മൾ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുക. ഇനി റിറ്റ് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ആർട്ടിക്കിൾ 32 ഹൈക്കോടതി ആർട്ടിക്കിൾ 226. സുപ്രീം കോടതിയുടെ എന്താണ്? ആർട്ടിക്കിൾ 32, ഹൈക്കോടതി 226. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൗലിക അവകാശങ്ങളിലുള്ളത്. അപ്പോൾ ഇതും കൂടെ നോക്കി വെച്ചേക്കുക. ഇനി അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ.